ഓ ഒരു നേരെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇങ്ങനെ പറയുന്ന മലയാളികളായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും അല്ലെ. ചോറില്ലാത്ത ഒരു ദിവസം സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാലത്തും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറ് വേണം എന്നാണ് മിക്ക ആളുകളും പറയാറ്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു മാസം മുഴുവൻ ചോറ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാം? പറഞ്ഞുതരാം. ബോഡി വെയിറ്റ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് പലരും ആദ്യം തന്നെ ചോറ് തിന്നുന്നത് നിർത്തുന്നത്. വൈറ്റ് റൈസിൽ ഹൈ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചോറ് ഒരു മാസത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഇത് ശരീരത്തിൽ നല്ലതും മോശമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കാരണമാകും. അതെന്തൊക്കെയാണെന്ന് സയന്റിഫിക് ആയിട്ട് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. ചോറ് ഒരു മാസം കഴിക്കാതിരുന്നാൽ ആദ്യം കാണുന്ന മാറ്റം ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറയും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ശരീരത്തിലെ ഫാറ്റ് ഉരുകി പോകുന്നതല്ല, മറിച്ച് ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് കുറയുന്നതാണ്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തോടൊപ്പമാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ചോറ് നിർത്തുമ്പോൾ ശരീരത്തിലെ ആ വാട്ടർ കണ്ടന്റ് റിലീസ് ചെയ്യപ്പെടും. ആൻഡ് അതാണ് നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ചോറ് ഒഴിവാക്കുന്നത് ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള വൈറ്റ് റൈസ് ഒഴിവാക്കുമ്പോൾ ഡയബറ്റിക്സ് ഉള്ളവരിൽ ഇൻസുലിൻ ഹോർമോൺ കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഷുഗർ ലെവൽ താൽക്കാലികമായിട്ട് കൺട്രോൾ ആവുകയും ചെയ്യും. പക്ഷെ ചോറ് പൂർണ്ണമായി നിർത്തുന്നതിന് വേറൊരു സൈഡ് കൂടിയുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിനും ബ്രെയിൻ സെല്ലുകൾക്കും വേണ്ട പ്രധാന എനർജി സോഴ്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതുകൊണ്ട് ചോറ് പെട്ടെന്ന് നിർത്തുമ്പോൾ ശരീരത്തിന് വേണ്ടത്ര കലോറിയും എനർജിയും ഒക്കെ കിട്ടാതെ വരും. ഇത് കടുത്ത ക്ഷീണം, സ്ഥിരമായ തലവേദന, തലകറക്കം, മൂഡ് സ്വിങ്സ് എന്നിവയൊക്കെ കാരണമാകും. കൂടാതെ ചോറിന് പകരം ഫൈബർ അടങ്ങിയ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ കടുത്ത ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ചപ്പാത്തിയോ മറ്റും കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങിയാൽ ശരീരത്തിലെ കാലറി അളവ് വീണ്ടും കൂട്ടുകയും അതിലൂടെ വീണ്ടും ഫാറ്റ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ന്യൂട്രീഷനിസ്റ്റുകളോ ഡോക്ടർമാരോ പറയുന്നത് കേട്ട് വെയിറ്റ് കുറയ്ക്കാനോ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനോ ചോറ് പൂർണ്ണമായിട്ട് നിർത്തേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചോറ് പൂർണ്ണമായി നിർത്തുകയല്ല, മറിച്ച് അത് കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതായത് ഒരു വലിയ പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്നതിന് പകരം ഒരു ചെറിയ കപ്പ് അളവിലേക്ക് അത് കുറച്ചു കൊണ്ടുവരിക. ബാക്കി പോർഷൻ പിന്നെ പ്രോട്ടീൻ അടങ്ങിയ മുട്ട, ചിക്കൻ, പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഫൈബർ അടങ്ങിയ ചീര, സാലഡ് പോലുള്ള പച്ചക്കറികൾ കൊണ്ട് ഫില്ല് ചെയ്യുക. പിന്നെ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് പോലുള്ളവ കഴിക്കാൻ ശ്രമിക്കുക. ശരീരത്തിന് വേണ്ട ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ കിട്ടാൻ ഇത് സഹായിക്കും. നമ്മുടെ നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ക്രാഷ് ഡയറ്റുകൾ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ലോങ് ടേം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള കടുത്ത കൺട്രോളുകൾ പെട്ടെന്ന് നിർത്തുകയാണെന്ന് വിചാരിക്കുക, മുൻപത്തെക്കാൾ വേഗത്തിലായിരിക്കും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് കൂടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നതിന് പകരം ദിവസവും എക്സസൈസ് ചെയ്യാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ഒക്കെ ശ്രമിക്കുക. സത്യത്തിൽ അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കി തരുന്നത്. എന്തായാലും ചോറില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ചങ്കിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക.